മന്ത്രി കെ രാധാകൃഷ്ണൻ ഇപ്പോൾ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യം. മർദ്ദിക്കാനുണ്ടായ കാരണം അവിടെ കടകളിൽ മോഷണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കൂട്ടം വലിയ രീതിയിൽ ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ആ മർദ്ദനം ശരിവയ്ക്കുന്ന രീതിയിലുള്ള തെളിവെടുപ്പാണ് പിന്നീട് നടന്നത്. പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഫലപ്രദമായി പ്രവർത്തിച്ചു. മധുവിനെ മർദ്ദിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടാണ് അഗളി പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക്, അതായത് മുക്കാരിയിലേക്ക് ചെന്നത്. അപ്പോഴേക്കും അവശനായിരുന്നു യുവാവ്. പോലീസ് വണ്ടിയിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വഴിമധ്യേ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടം എന്ന് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് നല്ലപോലെ അന്വേഷണം നടത്തിക്കൊണ്ടാണ് 16 പ്രതികളെ കണ്ടെത്തിയും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇത് SC/ST സ്പെഷ്യൽ കോർട്ടിലാണ് ഈ കേസ് മണ്ണാർക്കാട് ബാധിച്ചത്. അപ്പോൾ ആ കേസ് വാദിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അവിടെ ഹാജരാകുന്നതിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. ആദ്യം ഗോപിനാഥ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെയാണ് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ മാറ്റി രഘുനാഥ് എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കുകയുണ്ടായി. അദ്ദേഹവും പ്രോപ്പറായിട്ട് കേസ് നടത്തുന്നില്ല എന്നുള്ള കോടതിയുടെ പരാമർശത്തെ തുടർന്ന് മാറ്റി മധുവിൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടി നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് രാജേന്ദ്രനെ പ്രോസിക്യൂട്ടറായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചു കൊടുത്തു. രാജേന്ദ്രനെ പ്രോസിക്യൂട്ടറായിട്ട് നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു അഡ്വക്കേറ്റ് കൂടി അതിൽ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പാലക്കാട് നിന്നുള്ള രാജേഷ് മേനോനെ കൂടി അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു കൊടുക്കുകയുണ്ടായി. പിന്നീട് കേസ് നടത്തുന്ന സന്ദർഭത്തിൽ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ മാറുകയും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് രാജേഷ് മേനോനെ നിയമിക്കുകയും ചെയ്തു. ആ കേസിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും സാക്ഷികളുടെ കൂറുമാറ്റമാണ്. 100-ലധികം സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ആ സാക്ഷികളെ കൂറുമാറ്റാൻ വേണ്ടി പ്രതികൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി. മധുവിൻ്റെ കുടുംബാംഗങ്ങൾക്കും അത് പിന്മാറാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായി. അപ്പോൾ സാക്ഷികളെ കൂറുമാറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 24ഓളം ആളുകളെ കൂറുമാറ്റി. പല രീതിയിലാണ് സാക്ഷികളെ കൂറുമാറ്റി. അപ്പോൾ സാക്ഷികളെ കൂറുമാറ്റിക്കുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞപ്പോൾ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചു. അത് വിറ്റ്നസ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള നിയമം അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസ് ഏറ്റെടുത്തു. അപ്പോൾ വിറ്റ്നസ്സിന് അല്ലെങ്കിൽ സാക്ഷികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സാക്ഷികളെ കൂറുമാറ്റുന്നതും കുറ്റകരമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ പേരിലും കേസെടുക്കാൻ തുടങ്ങി. അപ്പോൾ സാക്ഷികളെ കൂറുമാറ്റിച്ചുകൊണ്ട് ഈ കേസ് നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തി. അപ്പോൾ അത് നടപ്പാകാത്ത ഒരു സ്ഥിതി പിന്നീട് വരെയുണ്ടായി. അതോടൊപ്പം തന്നെ പട്ടികവർഗ വികസന വകുപ്പും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും ഒക്കെ തന്നെ ഫലപ്രദമായിട്ട് പിന്നീട് ഇടപെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സാക്ഷികൾക്ക് കൂറുമാറാതെ അവർ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥിതി ഉണ്ടായി. അതിൻ്റെ എല്ലാം ഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി 5 വർഷത്തിന് ശേഷമാണെങ്കിലും വിധി പറഞ്ഞിരിക്കുകയാണ്. ഈ 16 പ്രതികളിൽ 14 പേരും കുറ്റവാളികളാണ് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 2 പേരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല, മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 16 പ്രതികളിൽ 14 പ്രതികൾക്കും അവർക്ക് ശിക്ഷ കിട്ടും എന്ന് ഉറപ്പാക്കിയ ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് നാളെയാണ് വിധി പറയാൻ തീരുമാനിച്ചത്. വിധി എന്തായാലും കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി നല്ല പോലെയുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മധുവിൻ്റെ കുടുംബാംഗങ്ങൾ അവരവസാനം വരെ
ഈ കേസ് നടത്തുന്നതിനും പ്രതികൂലമായിട്ടുള്ള പല ഘടകങ്ങളുണ്ടായപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ കേസിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഭീഷണിയും പ്രലോഭനമൊക്കെ ഉണ്ടായിട്ടും സാക്ഷികളും കുറച്ചുപേര് കൂറുമാരെങ്കിലും ബാക്കിയുള്ള സാക്ഷികൾ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതകളുകൊണ്ടാണ് നേരത്തെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ വധുവിൻ്റെ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടായി. പിന്നീട് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേസായതുകൊണ്ട് ആ നിയമം അനുസരിച്ചുകൊണ്ട് ഈ വിക്ടിംസിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടിയുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ കുടുംബത്തിന് 8,25,000-ലധികം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുപക്ഷെ നേരത്തെ ഒന്നും ഇല്ലാത്ത